ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പലപ്പോഴും വിളിച്ചാ കിട്ടുന്നില്ലെന്നാ പരാതി. ഇനിയിപ്പോ അതിന്റെ കാര്യമില്ലല്ലോ. അതെന്താ അമ്മേ, ഇനി മൊബൈല് വേണ്ടേ? അത് നീ അറിഞ്ഞില്ലേ? മോൻ പറഞ്ഞു ഇനി വീട്ടുജോലിക്കൊന്നും പോകണ്ടാന്ന്. അമ്മേ വാ. കേറി വാ അമ്മേ. ചന്ദ്രികാമ്മ വന്നോ? അമ്മേ കേറി വാ. അല്ല, എന്താ മോളെ നോക്കുന്നേ? ഞാൻ നിന്റെ അമ്മയാ. എല്ലാം പ്രകാശ് മോൻ പറഞ്ഞപ്പോഴാ അറിഞ്ഞ്. ദേ, ചന്ദ്രികമ്മയും മാധവേട്ടനും തിരിച്ചു വരും മോളെ. അത്ര നല്ല മനസ്സുള്ളവരാ അവര്. ആ, വന്ദന ഇവിടെ ഉണ്ടായിരുന്നോ? എന്തിനാ മോളെ ഈ വയസ്സുകാലത്ത് ഈ ചന്ദ്രികമ്മയും മാധവേട്ടനും ഒക്കെ ഈ ബുദ്ധിമോശം കാണിച്ചത്? എന്തു പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് പ്രകാശ് മോനോട് തുറന്ന് പറഞ്ഞാ പോരായിരുന്നോ? സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടി എന്തും ചെയ്യാൻ ഒരു മോനുള്ളപ്പോ ഈ ബുദ്ധിമോശം ഒന്നും അവര് കാണിക്കാൻ പാടില്ലായിരുന്നു. കാര്യങ്ങളെല്ലാം പ്രകാശ് മോൻ പറഞ്ഞപ്പോ എനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടി വന്നു. അല്ല, കിളിക്കാൻ പറ്റി ദിയമോൾ എവിടെ? അവളകത്തുണ്ട്. അമ്മ എന്താ ഒരു ഫോൺ പോലും വിളിക്കാതെ? അയ്യോ, അതിനൊന്നും സമയം കിട്ടിയില്ല. ഞാൻ നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ ഉണ്ടല്ലോ പ്രകാശമോ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് ഏലിയാമ്മ ടീച്ചറിന്റെ വീട്ടിലാ പണി. ഇന്ന് കുറച്ച് നേരത്തെ പോണേ. മക്കളും കൊച്ചുമക്കളും ഒക്കെ കാനഡയിൽ നിന്നും വരുമെന്നൊക്കെ പറഞ്ഞിരുന്നതാ. പക്ഷേ രാവിലെ പ്രകാശ് മോൻ വീടിന്റെ മുറ്റത്ത് വന്ന് ആകെ വാടിത്തളർന്ന് നിൽക്കുമ്പോ എനിക്ക് ഒഴിവാക്കാൻ തോന്നിയില്ല. പിന്നെ ചന്ദ്രികാമ്മ കൂടെയില്ല. ഞാൻ വേണം എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യാനെന്നാ പ്രകാശ് മോൻ പറയുന്നത്. ആദ്യമായിട്ടെന്റെ മരുമോനൊരു കാര്യം പറയുമ്പോ അമ്മ ഇതൊക്കെ നീ ഇതൊക്കെ പ്രകാശ് മോൻ അഭിനയിക്കുകയാണെന്നല്ലേ പറയാൻ വരുന്നത്? അതെ, നീ ഇങ്ങനെ പറയൂന്ന് പ്രകാശ് മോൻ എന്നോട് പറഞ്ഞതാ. വീട് പണിയും ടെൻഷനും ഒക്കെ ആകുമ്പോ
പെണ്ണുങ്ങൾ കുറിച്ച് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അതൊക്കെ നമ്മൾ പെണ്ണുങ്ങൾ അങ്ങ് വിട്ടുകളയണം. അമ്മ അതല്ല. പ്രകാശനെല്ലാം എന്നോട് പറഞ്ഞു. ഇന്നലെ നീ പിണങ്ങി അടുക്കളയിൽ പോയി കിടന്നത് അടക്കം. ആ, അമ്മയോടൊന്നും ഞാൻ മറച്ചു വെച്ചില്ല. ഈ അമ്മയും എന്റെ അമ്മയും എനിക്ക് ഒരുപോലെ തന്നെയാ. സത്യം, എനിക്കും അങ്ങനെ തന്നെയാ. ഇവരെയും പറ്റിച്ചു അല്ലേ? ആ, പിന്നെ ഞാനെന്ത് വേണം? കുടുംബത്തിന് വേണ്ടി ഇത്രയും കാലം ജീവിച്ച എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വന്നപ്പോ അച്ഛനും അമ്മയില്ല. അവര് കറങ്ങാൻ പോയിരിക്കുന്നു. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല വന്ദനെ. ആ സങ്കടം അനുഭവിച്ചാലേ അതിന്റെ ആഴം മനസ്സിലാവൂ. അത് സത്യ. പ്രകാശ് മോന് അച്ഛനോടും അമ്മയോടും ഒക്കെ എന്തൊരു സ്നേഹമാ. കണ്ടില്ലേ, പുതിയ വീടിന് ആദ്യം ഇടാൻ തീരുമാനിച്ചിരുന്ന പേര് മധുചന്ദ്രിക എന്നായിരുന്നെന്ന്. ആ, അച്ഛൻ മാധവന്റെ മധുവും ചന്ദ്രികാംബികയുടെ ചന്ദ്രികയും. പിന്നെന്തോ നാളെ വെച്ച് നോക്കിയപ്പോഴേ ആ പേര് പറ്റില്ലെന്ന് ജോത്സ്യൻ പറഞ്ഞത്രേ. അതെ, രാവിലെ തൊട്ട് എനിക്ക് ഓക്കാനും വരുന്നുണ്ട്. എന്താ മോളെ, വന്ദനയ്ക്ക് വല്ല വിശേഷമുണ്ടോ? അമ്മ അകത്തേക്ക് വാ. ഇതേതായാലും വർക്കൗട്ട് ആവും. അമ്മയുടെ ഫോണ് ശരിയായോ? ഇല്ല മോളെ, കൂടെ കൂടെ കേക്കും, കൂടെ കൂടെ പോകും. ജോലിക്ക് നിൽക്കുന്നിടത്തെ വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. പലപ്പോഴും വിളിച്ചാ കിട്ടുന്നില്ലെന്നാ പരാതി. ഹാ, ഇനിയിപ്പോ അതിന്റെ കാര്യമില്ലല്ലോ. അതെന്താ അമ്മേ, ഇനി മൊബൈല് വേണ്ടേ? അത് നീ അറിഞ്ഞില്ലേ? മോൻ പറഞ്ഞു ഇനി വീട്ടുജോലിക്കൊന്നും പോകണ്ടാന്ന്. മാനത്തെ കൊട്ടാരം